ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ കാലിക്കറ്റ് ലുലു മോളിൽ പോയതാണ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെയാണ് പോയത്. ഹൈപ്പർ മാർക്കറ്റ് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. അപ്പം നല്ലോണം ലേറ്റായിരുന്നു. തിരിച്ചെത്താനൊക്കെ നല്ല ലേറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ബസ്സിനാണ് പോയത്. അപ്പോൾ മാങ്കാവ് ഇറങ്ങിയിട്ട് അവിടേക്ക് നടന്നതാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ലുലു മോളിലേക്ക് എത്തി. നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് അതൊക്കെ കൊണ്ട് പിന്നെ ഇതാ നമ്മൾ ഉള്ളിലെത്തിട്ടോ. ഉള്ളിലെത്തിയിട്ട് ഫസ്റ്റ് നമുക്ക് ചെരുപ്പ് എടുക്കാനാണ് പോയത്. അപ്പം അവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന ഫസ്റ്റല്ലേ രണ്ടാമത് കാണുന്ന ഷോപ്പിലാണ് കയറി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ ഈ ഒരു സെക്ഷനാണ്. ഇതിൽ നിന്ന് നമ്മൾ ചെറിയൊരു ബ്രഷല്ല, വേറെ എന്തോ സാധനമാണ് എടുത്തത്. ഒരുപാട് സെക്ഷൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടുന്ന് ഏതിലൂടെ എങ്ങനെ പോകണം എന്നൊക്കെ. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ നോർമൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കയറിയാൽ അവിടെ 2 വെറൈറ്റീസ് 3 വെറൈറ്റി, പക്ഷേ ഇവിടെ തന്നെ ഒരു സാധനം തന്നെ ഒരുപാട് വെറൈറ്റീസിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനിൽ പോയി. അപ്പോൾ ഉമ്മക്ക് ഫെററോ റോഷർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതൊന്നും എടുത്ത്. പിന്നെ ഇതാ ഫാമിലി നൂഡിൽസ് മാറ്റിയിട്ട് നമ്മൾ ഈ മില്ലറ്റ്സ് ആട്ടോ നോക്കിയത്. കുറച്ചും കൂടി ഹെൽത്തി ഇതാണെന്ന് വിചാരിച്ചു. അങ്ങനെ മില്ലറ്റ്സും അതുപോലെ ആട്ട നൂഡിൽസ്. പിന്നെ ആ ഒരു സെക്ഷനിലാട്ടോ ഞാൻ ഈ കൊറിയൻ കണ്ടത്. കൊറിയൻ കണ്ടപ്പോൾ ഞാൻ ചാടിക്കയറി എടുത്ത്. കാരണം ഇതിങ്ങനെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ട്രൈ ചെയ്യാൻ ഞാൻ ഒരു പാക്ക് എടുത്തിന്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ നൂഡിൽസാണ് എടുത്ത്. ചീസി ചിക്കനൊക്കെ ഉണ്ട്. പിന്നെ അതാ ഈ ഒരു ഫാമിലി പാക്ക് ആട്ടൻ്റെ ഒരു നൂഡിൽസ് കൊടുത്തിന്. പിന്നെ എന്താ ഇത് ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. കാരണം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിന്. ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഉമ്മനോട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ. പിന്നെ ഇതാ കേക്കിൻ്റെ സെക്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെ എനിക്ക് കേക്ക്, കുക്കിംഗ് അങ്ങനത്തെ സെക്ഷൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സാധനം കണ്ടു. അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒരുപാട് നേരം നോക്കിയിട്ടോ. ഇതാണ് കേട്ടോ സാധനം. പിന്നെ അതേ സെക്ഷൻസിൽ തന്നെ പപ്പാടുണ്ടായിരുന്നു. ഈ പപ്പാൻ്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പം അത് കണ്ടപ്പം അത് എങ്ങനെയാണെന്നൊന്നും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ റേറ്റ് കണ്ടപ്പം പിന്നെ അത് എടുക്കാൻ പോയില്ല. പിന്നെ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇത് മിൻ്റാണ്, പിന്നെ റൈസിൻ്റെ ഉണ്ട്, പിന്നെ കളറിൽ ഒരുപാട് കണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കാത്തതുകൊണ്ട് പിന്നെ അത് ഇട്ട്. പിന്നെ അവിടെ തന്നെ കണ്ടത് ഈ സാധനം. ഇതൊക്കെ ഞാൻ യു കെക്കാർ വീഡിയോസിൽ കണ്ടു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബോക്സിൽ കാണുന്നത്. അപ്പം അത് അങ്ങനെ കണ്ട്. പിന്നെ അതേ സെക്ഷനിൽ തന്നെ ഈ ഒരു ചക്കൻ്റെ ചിത്രമെല്ലാം ഒന്ന് കണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ചിത്രം കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയതാണ്. പിന്നെ കോക്കനട്ട് ഷുഗർ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷുഗർ ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പം അതിനൊരു ഡിഫറെൻറ്റ്. പിന്നെ കണ്ട ഈ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്ലേറ്റ്സും കപ്സും അങ്ങനത്തെ ഒരുപാട് കണ്ടിരുന്നു. പിന്നെ ഇത് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇത് എടുക്കണതെന്ന് ആലോചിച്ചപ്പം ഞാൻ അവിടെ വെച്ച്. പിന്നെ പോയത് കുട്ടികളെ സെക്ഷനാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളെ വലിയവരെ ബുക്സ്, നോട്ട് ബുക്സ്, അതുപോലെ പെൻസില്, പെന്ന് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നോർമലി ഞാനതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്തോ ഇവിടെ വന്നിട്ട് വാങ്ങണം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ പോയെന്ന് നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ബെഡ്ഷീറ്റിനൊക്കെ 1000 എബോ ഉള്ളത് 299, ഈ പാത്രങ്ങളൊക്കെ 1000 എബോ ആണ്, അത് 549 നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടോ. കാരണം ഞാൻ കുറേ ആയി ഒരു സോസ് പാൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പം അതെടുത്ത്. പിന്നെ സെറാമിക് പ്ലേറ്റ്സിൻ്റെ സെക്ഷൻ ചെയ്യുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈറ്റ്. എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വലിയ റേറ്റ് ഒന്നും ഇല്ലേനു. പിന്നെ ബസ്സിന് വരുന്നതുകൊണ്ട് വെറുതെ എടുക്കണ്ടല്ലോ വിചാരിച്ചു, പൊട്ടി പോകുന്നൊരു പേര്. പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഈ പാത്രങ്ങൾ തന്നെയാണ് കൂടുതൽ. ഫ്രൈ പാന്, അതുപോലെ സോസ് പാന്, ബിരിയാണി പോട്ട്, ഗ്ലാസ്, ഒരുപാട് നല്ല നല്ല രസമുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതാ പാൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ വലിയ റേറ്റൊന്നുമില്ല. ഞാൻ ഓൺലൈനിൽ ഇത് ഡെയിലി നോക്കണതാണ്. അപ്പം ഓൺലൈനിൽ ഇതേ റേറ്റ് തന്നെയാണ്. പിന്നെ നമുക്കെന്താ ഇങ്ങനെ ആകുമ്പം വന്ന് വാങ്ങാം. അപ്പം നമുക്ക് നോക്കിയിട്ടൊക്കെ വാങ്ങാം. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ജഗ്, കപ്പ്, അതുപോലെ ട്രേ ഒക്കെയാണ്. ട്രേ ഒരു ഫാൻസി ടൈപ്പാണ് കൂടുതൽ ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് തോന്നിക്കുന്നത് വേണമെന്നുണ്ടായതുകൊണ്ട് ഇത് എനിക്ക് അത്ര കണ്ട് ഓക്കെ ആയില്ല. പിന്നെ കപ്സിൽ
അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നത് വൈറ്റ് ആയതുകൊണ്ട് പിന്നെ വൈറ്റാണ്. ആദ്യം കളറാണ് നോക്കിയത്, പക്ഷേ പിന്നെ വൈറ്റ് എടുത്ത്. പിന്നെ പോയത് ഫിഷും ചിക്കനൊക്കെ ഉള്ള സെക്ഷനിലേക്കാണ്. ചിക്കൻ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. അവിടെ തന്നെ ഈ ഗ്രില്ല് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഷാണ് നമ്മൾ വാങ്ങിയത്. ഫിഷിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു വലിയ ഫിഷാട്ടോ നമ്മൾ വാങ്ങി. അത് അവർ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ തന്നെ കട്ട് ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് തരും. പിന്നെ എൻ്റെ കണ്ണ് പോയത് ഈ ബോക്സ് ഐറ്റംസിലേക്കാട്ടോ. ഇത് ഇരുന്ത്, അതുപോലെ കടുക്ക, മീൻ, അത് ഓരോ കായം തേച്ചതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയില്ല. പിന്നെ വേസ്റ്റ് ആവുമെന്നൊരു പേടി. പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട് സെക്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ അതൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. പിന്നെ പോയത് ഫുഡിൻ്റെ സെക്ഷനാണ്. അവിടെ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടു. പിന്നെ ഇതാ ഈ കാണുന്ന ഈ ബ്ലാക്ക് എന്താ ബണ്ണോ അങ്ങനെ എന്തോ ആണ്. ഇത് ചിക്കനാണ്. ഞാൻ വാങ്ങിയത് നഗറ്റ്സാണ്. ഇമ്മക്ക് ചെറുപയർ മുളപ്പിച്ച് വേണമെന്ന് പറഞ്ഞപ്പം അതൊരു ബോക്സ് എടുത്തിട്ടു. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അച്ചാറും ഉപ്പിലിട്ടൊക്കെ ഉള്ള സെക്ഷനാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ ജാമിൻ്റെ ഒക്കെ ഉള്ളത്. പിന്നെ ഇതാ ചീസിൻ്റെ അതിൻ്റെ തൊട്ട് എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ആണെന്ന്. അവിടെ തന്നെ ചീസ് ഉണ്ടായിരുന്നു. പിന്നെ പാറ്റീസ് അങ്ങനത്തെ ഒക്കെ. ഞാൻ മൊസല്ല ചീസ് ഒരു ബോക്സ് എടുത്തിന്. എത്ര 130 അങ്ങനെ എന്തോ ആണ് റേറ്റ്. പിന്നെ ഇതാ ജാമിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിട്ടോ. നമുക്ക് കിവി വേണമെന്ന് പറഞ്ഞപ്പോൾ കിവി എടുത്ത്. ഞാൻ കുറേ ബനാന എടുക്കണമെന്നൊക്കെ ചോദിച്ച് പിന്നെ ഉപ്പിലിട്ടായിട്ട് പൈനാപ്പിളാണ് എടുത്തത്. സ്മെല്ല് പൈനാപ്പിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത്. പിന്നെ സോസ് കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും എടുത്തില്ല. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം, ഇത് ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിന് 150 റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളൂ. പലതും ഉണ്ട്. ഇതിൻ്റെ അടുത്താണ് സ്നാക്സും കിച്ചണൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ ഐറ്റംസ് തന്നെ ഉള്ളൂ, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ പഴംപൊരിയും പിന്നെന്താ ബ്രെഡ് പൊക്കോട ആണ് എടുത്ത്. പിന്നെ കിച്ചണിൽ ഇങ്ങനെ കറികൾ അങ്ങനെ കണ്ടിടും. പിന്നെ ആ സെക്ഷൻ വലിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് നോക്കിയില്ല. പിന്നെ ഈ ഷവായ ബ്രോസ്റ്റ് ആ ഒരു സെക്ഷനാണ്. അതിൽ ബ്രോസ്റ്റിൻ്റെ ഒരു ഇതെടുത്ത്. അത് എത്ര 199 അങ്ങനെ എന്തോ ആണ്. പിന്നെ ഇതാ ബില്ലിങ് ചെയ്യാൻ പോയി. ബില്ലിങ് ഭയങ്കര റഷായിരുന്നു. കാരണം സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഫസ്റ്റ് തന്നെ ഞാൻ കഴിച്ചത് ആ ഒരു പഴംപൊരിയും ബ്രെഡ് പക്കോടയാണ്. പക്ഷേ വലിയ ടേസ്റ്റൊന്നുമില്ല. എനിക്ക് പഴംപൊരി ഒന്നും ഇതിനെക്കാട്ടും പുറത്തത്തെ ഇതിനെക്കാട്ടും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. ബ്രെഡ് പക്കോട പിന്നെ അമ്മക്ക് പറഞ്ഞിട്ട് വാങ്ങി. അമ്മക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് പറഞ്ഞത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ട്രൈ ചെയ്തത് ഈ നഗറ്റ്സിൻ്റെ കോണാണ്. ഇത് കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് മയോണൈസോ സോസോ ഒന്നുമില്ല. ചിലപ്പോൾ ഇത് ആഡ് ചെയ്തത് വേറെ എന്തെങ്കിലും ഇതിലുണ്ടായിരിക്കും. പക്ഷേ ഞാനത് നോക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ അഡീഷണലായിട്ട് സോസൊക്കെ ഇട്ടപ്പം അത് ഓക്കെ ആണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ വീണ്ടും എനിക്ക് അതേ അബദ്ധം പറ്റി. പിന്നെ ഞാനൊരു സാൻഡ്വിച്ച് എടുത്തിന്. അതിലും ഈ മയോണൈസോ സോസോ ഒന്നും ഇല്ലേന്. നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒരു സാൻഡ്വിച്ചിന്. പക്ഷേ ഹെൽത്തി ആയതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചു. വേറെ നിവർത്തിയില്ലല്ലോ. ഇതിനെന്തോ 40 റുപ്പീസോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എടുത്തത് മിൻറ്റ് ജ്യൂസേനും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ തണുപ്പ് പോവേ അങ്ങനെ ഒന്നുമില്ലേനു. നമ്മൾ എക്സ്ട്രാ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റി. പിന്നെ നോക്കിയത് ഈ ഉപ്പിലിട്ടാണ്. ഇതിങ്ങനെ വലിയ വെറൈറ്റി ടേസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലേനി, നോർമൽ. പിന്നെ ഇതാ ഞാൻ ബ്രോസ്റ്റിൻ്റെ ബോക്സ് എടുത്ത്. അത് 4 പീസാണ് ഉണ്ടായത്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു മെറിൻഡൻ്റെ ബോട്ടിലും. പീസൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അങ്ങനെ ഓവർ ചെറുതൊന്നല്ല. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടേനു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.